ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന വലിയ പ്രചരണ കോലാഹലങ്ങൾക്ക് ശേഷം ഇന്ന് സ്ഥാനാർത്ഥികളൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ടുള്ള പ്രചരണം നടത്തുന്ന ദിവസമാണ്. നിശബ്ദ പ്രചരണമാണ്. പക്ഷേ വലിയ നിയന്ത്രണങ്ങൾ പതിവിന് വിപരീതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. താരപ്രചാരകരോ നേതാക്കളോ ഒന്നും മാധ്യമങ്ങളെ ഇന്ന് കാണരുത് എന്നുള്ള കർശന നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് സംസാരിക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അറിഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് താരപ്രചാരകർക്കും നേതാക്കൾക്കും മാത്രമാണ് നിയന്ത്രണമുള്ളത് എന്നുള്ളതാണ്. ഏതായാലും കേരളം ആര് ഭരിക്കും എന്ന് വിധി എഴുതാൻ ഇനി ഒരു ദിവസം മാത്രം, മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. വലിയ അടിയൊഴുക്കുകൾ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡീലിൽ തുടക്കമിട്ട് മാത്യു കുഴൽനാടൻ ഉയർത്തിയ ഡാം വിവാദം വരെ നീണ്ടു നിൽക്കുന്ന ആരോപണങ്ങളുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മുഖ്യമന്ത്രിയെ രേവന്ത് റെഡ്ഡി കളിയാക്കിയതും മുഖ്യമന്ത്രിയുടെ തിരിച്ചുള്ള ഡാഷ്ബോനെ പ്രതികരണമൊക്കെ കേരളീയ സമൂഹത്തിൽ ചർച്ചയാകുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സാരംഗ്, നവമി, ശരണ്യ, ബൈജു, CV അനുമോദ്, വിനീഷ്, ശശിനാരായണൻ, MS സനീഷ് കുമാർ എന്നിവർ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും. ആദ്യം നമുക്ക് അനുമോദിലേക്ക് ഒന്ന് പോകണം. അനുമോദ്, നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ സംസാരിച്ചതുപോലെ പച്ചക്കടലിൽ നിന്നാണ് അനുമോദ് സംസാരിക്കുന്നത്. CPM ലീഗിൻ്റെ കോട്ടയാണ്. അവിടെ മറ്റത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ചുരുക്കം ചില മണ്ഡലങ്ങളിലെങ്കിലും CPM പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയുണ്ട്. ഈ പുറത്തു വന്ന വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ബാധിച്ചത്? ഡീൽ മുതൽ ഏറ്റവും ഒടുവിൽ ഡാം തുറക്കുന്ന വിഷയം വരെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഇരു മുന്നണികൾക്കുമായല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് UDF സംബന്ധിച്ച് വലിയ പ്രതീക്ഷകൾ തന്നെയാണുള്ളത്. പക്ഷേ ചില മണ്ഡലങ്ങളിലൊക്കെ നല്ല പോരാട്ടം നടക്കുന്നുണ്ട്. അത്തരത്തിൽ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ് ഞാനുള്ളത്, പെരിന്തൽമണ്ണയിലാണ്. ഇവിടെ നജീബ് കാന്തപുരം UDF സ്ഥാനാർത്ഥി അതിരാവിലെ തന്നെ നിശബ്ദ പ്രചരണ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം മണ്ഡലത്തിൽ ശേഷിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് ആളുകളെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഓരോ ഇടങ്ങളിലും അദ്ദേഹം നേരിട്ടെത്തുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തകരുണ്ട്. ഇവിടെ വലിയ തോതിൽ തന്നെ വിവാദങ്ങളൊക്കെ പലതരത്തിലുള്ള വിവാദങ്ങൾ ചർച്ച ചെയ്തു പോയതാണ്. ഏറ്റവും അവസാനമായിട്ട് ഓരോ താനൂർ കേന്ദ്രീകരിച്ച് V അബ്ദുറഹ്മാൻ്റെ പ്രസ്താവനയൊക്കെ തന്നെ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന സാഹചര്യം. പൊന്നാനിയും തവനൂരും കടുത്ത പോരാട്ടം നിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ നജീബ് കാന്തപുരം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നജീബ് ഖാൻ, ഇതിപ്പോൾ നിശബ്ദ പ്രചരണ ദിവസമായിട്ട് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ പേഴ്സണലായിട്ട് കാണാൻ പറ്റുന്ന ആളുകളൊക്കെ കാണാണ്. ഇത് ശരിക്കും എൻ്റെ ഏറ്റവും അയൽവാസികളാണ്. അപ്പം നമ്മൾ അവസാനം കയറാന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും ഞങ്ങൾ പ്രചരണത്തിനിടയിൽ ഇപ്പം എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ആളുകളാണ്, പിന്നെ എന്നോട് ഏറ്റവും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ആളുകളെ കാണാം. എന്താണ് ഈ സമയത്തുള്ള ഒരു പ്രതീക്ഷ? എത്രമാത്രം വിജയപ്രതീക്ഷയാണ് വന്നത്? അല്ല, വിജയപ്രതീക്ഷയിൽ യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ വരുന്ന തരംഗകാലത്ത് പോലും പെരിന്തൽമണ്ണ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെരിന്തൽമണ്ണയുടെ കാര്യത്തിൽ യാതൊരു ആശങ്കയില്ല. അന്ന് ഞാൻ വരുമ്പോൾ വളരെ അപരിചിതനായിരുന്നു. ഇന്ന് ഞാൻ വീട്ടുകാരനാണ്. ഞാനിപ്പോൾ കണ്ടില്ല, എൻ്റെ കൂടെ നടക്കുന്ന ഓരോരുത്തരും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന അത്ര ആത്മബന്ധമുണ്ട്. മാത്രമല്ല ഇവരൊക്കെയും ഇത് എൻ്റെ അയൽവാസികളാണ്, എൻ്റെ തൊട്ടടുത്ത ആളുകൾ. നമ്മളിപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെയാണ് ഇന്ന് ഇറങ്ങിയിട്ട്. കല്യാണ വീട്ടിലും മരണ വീട്ടിലും മാത്രം പോകുന്ന MLA എന്നാണ്. അല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ സന്തോഷത്തിനും ദുഃഖത്തിനും ഒക്കെ കൂടെ നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്ന ആളാണ്. അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. നമ്മളിപ്പോൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലും പോകുന്ന ഒരു കുറ്റമായിട്ടാണ് CPM തോന്നുന്നതെങ്കിൽ ആ കുറ്റം ഞാൻ തുടരും. ഇന്നലെ പിണറായി വിജയന്റെ പ്രസ്താവന ശ്രദ്ധപ്പെട്ടു കാണാൻ രേവന്ത് റെഡ്ഡി എങ്ങനെ കാണുന്നു? അല്ല, പിണറായി പൊതുവേ പറയാറുള്ളത് നിങ്ങൾക്കറിയാലോ, നിയമസഭയിലുണ്ടായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ഭാഷ എല്ലാം അറിയാം. പിന്നെ ഇതൊക്കെ ഒരു നാടകമാണ്. ഇപ്പം ശരിക്കും നടക്കുന്നത് CPM ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായ ഡീൽ BJP ആയിട്ട് ഉണ്ടാക്കിയിട്ട് പോകാമെന്നുള്ള. അതിന് പൊടിക്കൈകൾ പലതും ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ആ ഡീലൊന്നും കേരളത്തിൽ നടക്കില്ല. കേരളം ഇന്ന് പ്രബുദ്ധരായിട്ടുള്ള മനുഷ്യരുടെ ഒരു നാട്. അങ്ങനെ നോക്ക്, ഒരു കുട്ടിക്ക് പോലും എത്ര ക്ലാരിറ്റി ഉള്ള പൊളിറ്റിക്സ് ഉണ്ട്. കാരണം CPMനകത്ത് ഇപ്പോൾ ഇടതുപക്ഷം മനസ്സുള്ള എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞു, ഈ ഭരണം ഒന്ന് മാറി കിട്ടിയാൽ മതി. നിങ്ങൾ മനസ്സിലാക്കുന്നതിലപ്പുറത്ത് ഈ ഭരണം ആ പാർട്ടിയെ നശിപ്പിച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ അകത്ത് ഇപ്പം നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് നേതാക്കൾ കുറച്ച് ആൾക്ക് സുഖിക്കാൻ മാത്രമാണ് ഭരണമെന്നും ഈ പാർട്ടി അതുകൊണ്ട് തകരുകയാണെന്നും
വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം CPM പ്രവർത്തകരുണ്ട്. ഒരു UDF വോട്ട് ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. കാരണം അവർ കാത്തിരിക്കുന്നു. ഇപ്പം നോക്കൂ, പ്രത്യക്ഷമായിട്ട് G. സുധാകരൻ മുതൽ പിന്നെ കുഞ്ഞികൃഷ്ണൻ മുതലുള്ള ലീഡേഴ്സ്, PK ശശിയുടെ മത്സരിക്കുന്നു. 3 നേതാക്കന്മാർ, 4 നേതാക്കന്മാർ, ഐഷ പോറ്റി 5 നേതാക്കന്മാർ മറച്ചു വെക്കാനാണ് പിണറായി വിജയൻ ഇങ്ങനെ പലരെയും മോശമായിട്ട്. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമാണ്. പിണറായി മോദിക്കെതിരെ പറയുന്നതും മോദിയും പിണറായിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. ഇന്നേ വരെ പിണറായി വിജയനെതിരായിട്ട് ഒരു നടപടി, എത്ര മുഖ്യമന്ത്രിമാർക്കെതിരെ എന്തെല്ലാം നടപടികൾ വന്നു. വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ഉള്ള അഴിമതി ആരോപണം അദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ നേരെ ഉണ്ടായിട്ടും ഇതുവരെ ഒരു കേന്ദ്ര ഏജൻസി അതിൽ തീർച്ചയായും അവിടെ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ CV അനുമോദ് ഉള്ളത്. സ്ഥാനാർത്ഥി സംസാരിക്കുകയായിരുന്നു. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.